നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഷൈനിയുടെയും മക്കളുടെയും ആത്മഹത്യകളുടെ പുതിയ പുതിയ വെളിപ്പെടുത്തലുകൾ ഓരോന്നായി വന്നുകൊണ്ടിരിക്കുന്ന സമയത്തും മനുഷ്യ മനസാക്ഷിയുടെ ഒരു വിങ്ങലായിട്ടത് അവശേഷിക്കുകയാണ് ചെയ്യുന്നത്. ഓരോ ദിവസവും ഓരോരോ വാർത്തകൾ കേൾക്കുമ്പോഴും അധികം സങ്കടക്കടലിലേക്കാണ് ഓരോരുത്തരും ആഴ്ന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഷൈനിയുടെയും മക്കളുടെയും ദാരുണമായ അന്ത്യത്തിന് ശേഷവും അവശേഷിക്കുന്ന മോൻ എവിടെ, മകൻ്റെ അവസ്ഥ എന്തൊക്കെയായിരിക്കാം എന്നൊക്കെയുള്ള ചിന്തകളൊക്കെ ആയിട്ട് ആളുകളെ വളരെയധികം അലട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ ദിവസങ്ങളിൽ. ഷൈനിയുടെ 2 കുഞ്ഞുങ്ങളുമൊത്തുള്ള യാത്രയിൽ ഇളയ കുഞ്ഞ് ഷൈനിയെ പിന്തിരിപ്പിക്കുന്നത് ചിത്രങ്ങളിൽ, വീഡിയോകളിൽ നമ്മൾ കണ്ടതാണ്. ആ കുഞ്ഞിൻ്റെ മനസ്സിലെ ചിന്തകൾ എന്തൊക്കെയായിരുന്നിരിക്കാം. തൻ്റെ അമ്മ കുറച്ച് ദിവസങ്ങളായി മരണത്തിലേക്കുള്ള വഴിയിലാണെന്ന് തിരിച്ചറിയുന്ന കുഞ്ഞായിരുന്നിരിക്കണമത്. കുഞ്ഞുങ്ങളോട് ഷൈനി എല്ലാം പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു. തൻ്റെ മനസ്സിൻ്റെ സങ്കടങ്ങളും അമ്മയുടെ ആകുലതകളും വേവലാതികളുമെല്ലാം പങ്കുവയ്ക്കാനുള്ള ഒരു ഇടമായിരുന്നു ഷൈനിയുടെ മക്കൾക്ക് ഷൈനിക്ക് മക്കളുമല്ലാതെ മറ്റാരും ഈ ഭൂമിയിൽ ഇല്ലെന്നുള്ള തിരിച്ചറിവ് ഓരോ ദിവസവും കുഞ്ഞുങ്ങളുമായി പങ്കുവയ്ക്കുകയായിരുന്നു. മക്കൾ പരമാവധി ഈ ഭൂമിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരായിരുന്നിരിക്കാം. കാരണം അവർക്ക് ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചൊന്നും യാതൊരുവിധ ധാരണകളും ഉള്ളവരല്ലല്ലോ. ഷൈനി മക്കളോട് തൻ്റെ അന്ത്യകാലങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവാം. റെയിൽവേ ട്രാക്കിൽ പോയിരുന്ന് ഒരു പരിശീലനം പോലെ കുഞ്ഞുങ്ങളുമൊത്ത് അവരുടെ പേടി മാറ്റുന്നതിനായിട്ട് പോയിരുന്നിരിക്കണം. ആ സമയങ്ങളിലൊക്കെയും ചെറിയ സൂചനകളൊക്കെ കൊടുത്തിട്ടുണ്ടാവാം. ഈ ഭൂമിയിലെ ജീവിതം എത്ര നരകതുല്യമാണെന്നും തങ്ങൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ സാധിക്കുകയില്ല എന്നും തങ്ങളെ ആർക്കും വേണ്ട എന്നുമൊക്കെയുള്ള വേവലാതികൾ ഷൈനി മക്കളുമായി പങ്കുവച്ചിട്ടുണ്ടാവാം. ഷൈനിയുടെ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ അതിക്രൂരമായ പീഡനങ്ങൾ മക്കൾ സർവ്വ സമയവും കേട്ടുകൊണ്ടിരുന്നതാണ്, കണ്ടുകൊണ്ടിരുന്നതാണ്. തെറികൾ ഉപയോഗിച്ചുള്ള പദങ്ങളല്ലാതെ ഉപയോഗിക്കുകയില്ലായിരുന്നു പിതാവ് എന്ന് കേൾക്കുകയുണ്ടായി. ഇത്ര ക്രൂരമായിട്ട് ഇവരെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ഈ ഷൈനിയും മക്കളെയും പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ഈ ഭവനത്തെ ഈ മക്കൾ നന്നായി പഠിച്ചു കഴിഞ്ഞിരുന്നു. എന്നിരുന്നാലും ഈ ലോകത്തിൻ്റെതായ ഗതികൊഴുക്കുകളൊന്നും അറിയത്തില്ലാത്ത കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്നതിനും പഠിക്കുന്നതിനുമൊക്കെ ആഗ്രഹിച്ചിരുന്നിരിക്കാം എന്നാണ് തോന്നുക. കാരണം കുഞ്ഞുങ്ങളുടെ പ്രായം അതാണ്. സന്തോഷിച്ച് ഉല്ലസിച്ച് നടന്ന് കൂട്ടുകാരോടൊത്ത് പഠിക്കാനും ആടാനും പാടാനുമൊക്കെ അവർ അധികം ആഗ്രഹിച്ചിരുന്നു. കുഞ്ഞുങ്ങളോട് അമ്മ പറയുന്ന സന്ദർഭങ്ങളിലൊക്കെ കുഞ്ഞുങ്ങൾ പരമാവധി അമ്മയെ പിന്തിരിപ്പിച്ചിരുന്നിരിക്കാം. എങ്കിലും ആ അവസാന നിമിഷങ്ങളൊന്ന് ഓർത്തു നോക്കിക്കേ, എത്രമാത്രം ദാരുണമാണ്. അതിരാവിലെ എഴുന്നേറ്റ് തങ്ങൾ മരണത്തിലേക്കാണെന്ന് ഉറപ്പിച്ചുകൊണ്ടുള്ള ചുവടുവയ്പ്പുകൾ. തൻ്റെ ഭവനത്തിൽ നിന്നും, അതും സ്വന്തം ഭവനത്തിൽ നിന്നും മരണത്തിലേക്ക് പോകേണ്ടി വരുന്ന ഒരു മകളുടെ ഒരവസ്ഥയാണ് ആദ്യം ആലോചിച്ച് നോക്കിയത്. മനസ്സിൽ ഒരിക്കലും തെളിയുമ്പോഴൊക്കെയും വിങ്ങലാണ് മനസ്സിൽ തോന്നുന്നത്. കാരണം സ്വന്തം ഭവനത്തിൽ അഭയം തേടി വന്ന മകൾക്ക് മരണത്തിലേക്കുള്ള യാത്രയായിരുന്നു അവിടെ കിട്ടിയത്. കാരണം സ്വന്തം പിതാവും മാതാവും ഷൈനിയും മക്കളെയും അത്രയ്ക്കും സ്നേഹിച്ചിരുന്നില്ല. അത്രമേൽ ഉപേക്ഷിക്കപ്പെട്ടവളായി, അവഗണിക്കപ്പെട്ടവളായി ഷൈനിയും മക്കളും ആ ഭവനത്തിൽ മാറുകയായിരുന്നു. അതിൻ്റെയൊക്കെ ആകുലതകളോടെയാണ് ഷൈനി റെയിൽവേ ട്രാക്കിനെ ലക്ഷ്യമാക്കി അതിരാവിലെ കുഞ്ഞുങ്ങളെ വിളിച്ചെഴുന്നേൽപ്പിച്ച് പള്ളിയിലേക്കെന്നും പറഞ്ഞുകൊണ്ട് യാത്രയായത്. പോകുന്ന വഴിയിൽ ആ ഭവനത്തിൽ നിന്നിറങ്ങുമ്പോൾ തന്നെ ഇളയ കുട്ടി ഷൈനിയെ പിന്തിരിപ്പിക്കുന്നുണ്ട്. നമുക്ക് വീട്ടിൽ പോകാമെന്നായിരിക്കാം ഒരുപക്ഷെ പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷേ ഉറച്ച തീരുമാനമായിരുന്നു. കാരണം തന്നിലുള്ള ആഭരണങ്ങളൊക്കെ അത് കൃത്യമായി വെക്കേണ്ടിടത്ത് വെച്ച് ഭദ്രമായി താൻ വന്നതെങ്ങനെയാണോ അതുപോലെ തിരിച്ചു പോകാനുള്ള ഒരുക്കത്തിലായിരുന്നു ഷൈനി. അതിന് മക്കളെയും പ്രാപ്തരാക്കിയിരുന്നു. മക്കൾ അത്ര ഭീകര അന്തരീക്ഷങ്ങളൊന്നും മനസ്സിൽ കണ്ടിട്ടുണ്ടാവില്ല. എങ്കിലും അമ്മയുടെ കരങ്ങളിൽ തങ്ങൾ സുരക്ഷിതരാണെന്നുള്ളൊരു ബോധം മക്കൾക്കുണ്ടായിരുന്നു. അമ്മയെ അത്രമേൽ ആ കുഞ്ഞുങ്ങൾ സ്നേഹിച്ചിരുന്നു. തിരിച്ചു റെയിൽവേ ട്രാക്കിലേക്കുള്ള ഓരോ ചുവടുവയ്പ്പും മരണത്തിലേക്കുള്ള വഴിയാണെന്ന് കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായിരുന്നു. കുഞ്ഞുങ്ങളോട് ഷൈനി അത് പങ്കുവച്ചിരുന്നു. ഭവനത്തിൽ നിന്നും റോഡിലേക്ക് ഇറങ്ങി റോഡിൽ നിന്നും റെയിൽവേ ട്രാക്കിലേക്ക് പോകുന്ന വഴികളിലൊക്കെയും അവർക്ക് ആദിയുണ്ടായിരുന്നിരിക്കാം. കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ആശങ്കകളുണ്ടായിരുന്നിരിക്കാം. തങ്ങളുടെ ചേട്ടനെ കണ്ടില്ലല്ലോ എന്നുള്ള സങ്കടമുണ്ടായിരുന്നിരിക്കാം. പപ്പയ്ക്ക് തങ്ങളോട് സ്നേഹമുണ്ടായിരുന്നില്ലല്ലോ എന്ന വിങ്ങലുണ്ടായിരുന്നിരിക്കാം. അമ്മയെ ഇത്രയധികം ക്രൂരതയോടെ ഓരോ മനുഷ്യരും എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നോക്കിക്കണ്ടത് എന്നുള്ള ചിന്തകളുണ്ടായിരുന്നിരിക്കാം. തങ്ങളെയും ഒന്നും സ്നേഹിക്കാൻ എന്തുകൊണ്ട് ഈ ഭൂമിയിൽ ആർക്കും സാധിക്കുന്നില്ല എന്നുള്ള ഒരുപാട് ചിന്തകൾ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ പോയിരുന്നിരിക്കാം. എങ്കിലും ട്രെയിൻ
പാളത്തിനോടടുക്കുന്ന സമയത്ത് അവരൊരുപാട് പിന്തിരിഞ്ഞു പോകാൻ ശ്രമിച്ചിരുന്നിരിക്കാം. സത്യം പറഞ്ഞാൽ ഈ കഥകളൊക്കെ, ഈ അനുഭവങ്ങളൊക്കെ മനസ്സിലൂടെ പോകുമ്പോൾ ഒരു വിങ്ങൽ കാരണം പറയാൻ വാക്കുകൾ പോലും കിട്ടുന്നില്ല. അത്രമേൽ അതിദാരുണമായിട്ടുള്ള, ഒരു രക്ഷയുമില്ലാതെ ഈ ഭൂമിയിൽ ജീവിക്കാൻ യാതൊരുവിധ സാഹചര്യവുമില്ലാതെ നിസ്സഹായമായി പോയ ഒരമ്മയും മക്കളുമായിരുന്നു അത്. മക്കളെ സ്നേഹിക്കാൻ ഓരോ അമ്മയപ്പന്മാർ തയ്യാറാവുക. ഷൈനിയുടെ അച്ഛനും അമ്മയ്ക്കും, നോബിയുടെ അച്ഛനും അമ്മയ്ക്കും ആരെങ്കിലുമൊക്കെ ഈ കുഞ്ഞുങ്ങളെ ഒന്ന് സ്നേഹിക്കാൻ തയ്യാറായിരുന്നെങ്കിൽ, വല്യമ്മമാരൊക്കെ കുഞ്ഞുമക്കളുടെ സ്നേഹത്തിൻ്റെ പ്രതീകങ്ങളാണ്. എന്തുകൊണ്ട് ഇവർക്കാർക്കും ഈ മക്കളെ സ്നേഹിക്കാൻ കഴിഞ്ഞില്ല? ഇന്നത്തെ തലമുറകൾ ഓരോരോ തിരക്കിൽപ്പെട്ടിരിക്കുകയാണ്. ആർക്കും ആരെയും സ്നേഹിക്കാൻ താല്പര്യമില്ല. റെയിൽ പാളത്തിലേക്ക് അടുത്ത അവർക്ക് ഒരിക്കലും ഒരാളും ആ പരിസരങ്ങളിലൊന്നും അവരെ രക്ഷപ്പെടുത്താനായിട്ട് ആ സമയങ്ങളിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതും വളരെ ദയനീയമായിട്ടുള്ള ഒരു സ്ഥിതിയായിരുന്നു. ഈ ഭൂമിയിൽ ഇങ്ങനെ അവസാനിക്കാനായിരുന്നു അവർക്ക് വിധിക്കപ്പെട്ടിരുന്നതെന്ന് പറയാം. റെയിൽവേ ട്രാക്കിൽ ട്രെയിൻ വരുന്നത് മരണത്തോട് മുഖാമുഖം കണ്ടുകൊണ്ട് ആ അമ്മ തൻ്റെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ടിരുന്ന രംഗം അവസാന നിമിഷത്തിലെങ്കിലും കുഞ്ഞുങ്ങൾ ഓർത്തു കാണും, എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് പോകാം, മരിക്കണ്ട എന്നൊക്കെ തോന്നിയിരുന്നിരിക്കാം എന്നാണ് എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത്. പക്ഷേ ഷൈനി ഉറച്ചതായിരുന്നു, തീരുമാനം ഷൈനിക്ക് ഉറച്ചതായിരുന്നു. കാരണം അത്രമേൽ ദയനീയമാണ് ഈ ഭൂമിയിലെ ജീവിതം. അത്രമേൽ ആർക്കും വേണ്ടാത്തവരായി ജീവിക്കപ്പെട്ടത് കഴിഞ്ഞിരുന്നു അവർ. ഈ ലോകത്തിൽ ഇനി ജീവിച്ചാൽ ഒരാൾക്കും തങ്ങളെ കൊണ്ടൊരാവശ്യവുമില്ല. തങ്ങളെ സംരക്ഷിക്കാനോ സ്നേഹിക്കാനോ പരിഗണിക്കാനോ ഒരു മനുഷ്യനുമില്ലെന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് അവർ അവരുടെ ജീവിതം അവസാനിപ്പിച്ചത്. സാമ്പത്തികം എന്നത് വലിയൊരു ഘടകം. സാമ്പത്തികമില്ലാതെ ഈ ഭൂമിയിൽ ജീവിക്കാൻ സാധിക്കുകയില്ലെന്നും ഒരു വിലയും മനുഷ്യർക്കില്ലെന്നും ഒക്കെയുള്ള തിരിച്ചറിവിലൂടെ ആയിരിക്കാം ഷൈനി ഈ അന്തിമ തീരുമാനമെടുത്തത്. ട്രെയിൻ പാഞ്ഞു വരുന്നു. അമ്മ തൻ്റെ കുഞ്ഞുങ്ങളെ അടക്കി പിടിച്ചു. മരണത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടി തൻ്റെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ ട്രെയിനിന് മുമ്പിൽ ഇരുന്ന ഒരവസ്ഥ, എത്ര ദാരുണമായ അവസ്ഥയാണത്. മക്കളെ പോറ്റി വളർത്തുന്ന അമ്മമാർക്കും ഒരു കുടുംബത്തിൽ അത്ര സ്നേഹത്തോടു കൂടി കഴിയുന്നവർക്കും ഈ ചിത്രങ്ങളൊന്നും ഈ സംഭവങ്ങളൊന്നും ചിന്തിക്കാൻ പോലും കഴിയുന്നതിനപ്പുറമാണ്. ആ കുഞ്ഞുങ്ങൾക്ക് മനസ്സിൻ്റെ നൊമ്പരമുണ്ട്. ആ അമ്മയ്ക്ക് കുഞ്ഞുങ്ങളോടൊപ്പം മരിക്കുന്നതിൻ്റെ ആകുലതകളും ആശങ്കകളും വിങ്ങലുകളും എല്ലാമുണ്ട്. പക്ഷേ ജീവിക്കാൻ തരമില്ലാത്ത ഈ ഭൂമിയിൽ നിന്ന് എന്നേക്കുമായി ലോകത്തോട് വിട പറഞ്ഞ് പോകുകയല്ലാതെ എന്താണ് ചെയ്യാൻ കഴിയുക? നിസ്സഹായത എന്ന് പറഞ്ഞാൽ അതിന് പര്യായം ഈ ഷൈനിയും കുടുംബവുമാണ്. ഒരു മനുഷ്യനും രക്ഷപ്പെടുത്താനില്ലാതെ, ആരും ആശ്രയമില്ലാതെ, ആരുടെയും സ്നേഹമില്ലാതെ ജീവിച്ച 3 മക്കൾ. തങ്ങളുടെ ആയുസ്സിൻ്റെ അവസാനം ഇങ്ങനെയാകുമെന്ന് ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. അധ്വാനത്തോടുകൂടി ജീവിച്ച മക്കൾ. അവരുടെ ആത്മാവിന് ശാന്തി കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. ഓരോ പ്രവർത്തനങ്ങളിലും ഇവരുടെ കുറ്റവാളികളെ പുറത്തു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്.